ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ പ്രാവശ്യം ആരാണ് ഔട്ടാകുന്നത്, ആരാണ് എവിഷനിൽ പുറത്ത് പോകുന്നത് എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. നന്ദന തന്നെയാണ് പുറത്ത് പോകുന്നത്. ഡബിൾ എവിഷൻ ഉണ്ടെങ്കിൽ കണ്ണൻ സായിയും കൂടെ പോവും. ഉറപ്പായ കേസ് കിട്ടാണ് നന്ദന. അതിൻ്റെ കാര്യം മറ്റാരുമല്ല, ജനങ്ങൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ 3 പേരായിരുന്നു ലിസ്റ്റിൽ നിന്നിരുന്നത്: നോറ, സായി, നന്ദന. ഇതിൽ പെങ്ങളുകുട്ടിയും ഒരു കൂടെയും കുഞ്ഞു പെങ്ങളും ബാംഗ്ലൂർ ഡേയ്സും കമന്റിലുണ്ടായിരുന്നു ബാംഗ്ലൂർ ഡേയ്സ് കളിക്കുവാന്ന്. ഇതെല്ലാം കളിച്ച് വെറുപ്പിച്ചെന്ന് പറഞ്ഞാൽ വെറുപ്പീരിൻ്റെ അങ്ങേ അറ്റത്ത് കൊണ്ട് എത്തിച്ച് ജനങ്ങളെ. പിന്നെ ജനങ്ങൾ സഹിക്കുന്നതിനും ഇല്ലേ ഒരു പരിധി. കാര്യം ഇവർ നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്നതായിരിക്കും, ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ആ കുട്ടിക്ക് ഒരു വീട്, അതൊക്കെ നല്ല കാര്യം തന്നെ. നമുക്ക് ആർക്കെങ്കിലും അത് മോശം കാര്യമാണെന്ന് പറയാൻ പറ്റും. ആ കുട്ടിക്ക് ഒരു വീടില്ലെങ്കിൽ ഒരു വീട് കൊടുക്കുന്നത് നല്ലതാണ്. പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ആ കുട്ടിയെ സഹായിക്കുന്നതും, അതിന് എന്തെങ്കിലുമൊക്കെ ഒത്തു കളിക്കാവുന്ന ഗെയിമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന ഗെയിമിൽ ഒത്തു കളിക്കുന്നതിന് കുഴപ്പമില്ല, നമുക്കതൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ ഈ അർഹിക്കുന്നവർക്ക് വേണം, പാത്രം അറിഞ്ഞു വേണം ദാനം നൽകാമെന്നൊരു പഴഞ്ചൊല്ല് പണ്ടുള്ള ആൾക്കാർ പറയും. ഈ കാണുന്നവർക്ക് മുഴുവൻ ദാനം ചെയ്ത് വെറുതെ നടക്കരുത്, അത് തിരിച്ചു കൊത്തും, അങ്ങനെയാണ് പറയുന്നത്. പാത്രം അറിഞ്ഞ് ദാനം ചെയ്യാന്ന് പഴമക്കാർ പറയും. ഇവര് പെങ്ങളുകുട്ടിയായിട്ട് സ്വീകരിച്ച നന്ദന എന്താണ് ഇവരെ കാണുന്നത്, അല്ലെ എങ്ങനെയാണ് നന്ദന കാണുന്നതെന്നും കൂടെ ഇവര് മനസ്സിലാക്കണം. ഇവരെ യൂസ് ചെയ്യുകയാണ് നന്ദന ചെയ്യുന്നത്. കാരണം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഇന്നലത്തെ രാത്രിയിൽ 11 മണി, 12 മണി, 12:25 വരെ ഞാൻ ലൈവ് കണ്ടപ്പം നന്ദനയുടെ സ്വഭാവം മനസ്സിലായത്. നന്ദന ഇവരെ വര നിർത്തുക. മോളെ, കുഞ്ഞെ, വാവേ, ചക്കരെ എന്ന് പറഞ്ഞ് സിജോ ഇങ്ങനെ നടക്കുക. ആ കൈനീട്ടം സായിയുടെ കൊടുത്ത് തിരിച്ച് പുല്ല് പോലെ എറിഞ്ഞു കൊടുത്തു. അപ്പൊ നീ അത് ചെയ്തു എന്തോണേലും ശരിയല്ല, അതിന് എന്തോരം വാല്യുള്ള, നീ അത് അവനോട് ചെയ്തത് ശരിയല്ല, ഞാൻ തിരിച്ചെടുത്ത് വെക്കാന്ന് പറഞ്ഞ് ഇവിടെ തിരിച്ചു വെക്കാല്ല, ഞാൻ തിരിച്ചു വെക്കാന്ന് പറഞ്ഞ് എടുത്ത് വെക്കാനും നന്ദന അവിടെ വെക്കാം, അതിന്റെ ആവശ്യമില്ലെന്ന് പറയും. ഞാൻ പുറത്തിറങ്ങിയിട്ട് കൊടുക്കാന്നാ പറഞ്ഞത്, ഞാൻ കൊടുക്കാനിരുന്നാണ്, അതിപ്പോഴേ കൊടുത്തു എന്നൊക്കെ ഉള്ളതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്തോ ഞാനിവിടെ എനിക്ക് പ്രസംഗിക്കാനും അറിയില്ല, എനിക്ക് ഗെയിം കളിക്കാനും അറിയില്ല, എന്നെ ഒന്നിനും കൊള്ളുകയല്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ച്. അതുപോലെ തന്നെ ശ്രീധുവിന്റെ കുത്തിന് പിടിച്ചാണ് ശരിക്കും. ആ കുത്തിന് പിടിച്ചിട്ട് ശ്രീധുവിനെ വേറെ എന്തോ ഒരു ഭാഷ പറഞ്ഞപ്പോൾ സിജോ പറഞ്ഞു നിർത്തിക്കോന്ന്. അതെന്താണെന്ന് ചോദിച്ചാൽ കൂടുതൽ വാചടിച്ച് പെങ്ങളുകുട്ടിയുടെ സ്വഭാവം പ്രേക്ഷകരറിഞ്ഞ് പെങ്ങളുകുട്ടിയോട് ഇഷ്ടക്കുറവ് തോന്നല്ലേ എന്നോർത്ത് സിജോ പേടിച്ച് സിജോ നിർത്തിക്കോന്ന് പറഞ്ഞു. പെങ്ങളുകുട്ടിക്ക് അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. പെങ്ങളുകുട്ടി ഞാനത് പറയും, പിന്നെ എന്നോട് അങ്ങനെ പറയും, നിർത്താൻ പറയാം, നിങ്ങൾ ആരാ എന്നുള്ള രീതി. ഇതായിരുന്നു സംഭവം. സായി അഭിഷേകം കൂടെ എന്തോ ഒരു ആശം കാണിച്ചതിൻ്റെ അകത്തുനിന്ന് സായി സിജോ അഭിഷേകം എല്ലാം കൂടെ ഒത്തു പെങ്ങളുകുട്ടിയെ ഒഴിവാക്കി എങ്ങാണ്ട് തെറ്റിദ്ധാരണയുടെ പുറത്താണ്. പക്ഷെ ആ തെറ്റിദ്ധാരണ വന്ന നിമിഷം നന്ദനയുടെ യഥാർത്ഥ സ്വഭാവം വെളി വന്നു. ഇവരെല്ലാം നന്ദന പെങ്ങളുകുട്ടിയായിട്ട് അഭിനയിച്ച് ഉപയോഗിക്കുന്ന എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഒരു വീടെന്നുള്ള സ്വപ്നം എല്ലാവർക്കും ഉണ്ട്. ഒരു കുട്ടിയാണ്, പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. ആ കുട്ടിക്ക് ഇതിൽ നിന്നൊരു വീട് കിട്ടുവാണ്, അതിനുള്ള പൈസ അവിടുന്ന് പണപ്പെട്ടി എടുക്കാൻ പറ്റിയ അത് വളരെ നല്ലതാണ്. ഇനി പെങ്ങളുകുട്ടി പോയാലും സായി അവിടെ നിന്നിട്ട് സായി പണപ്പെട്ടി എടുത്തുകൊണ്ട് പോയിട്ട് ആ പണപ്പെട്ടി നന്ദനയ്ക്ക് കൊടുക്കും എന്ന് വരെ അവർ തീരുമാനിച്ചിരുന്നതാണ്. ഈ ഒരാഴ്ച നന്ദന ഔട്ടായി, സായി ഔട്ടാകാതെ അവിടെ നിന്നിട്ട് പണപ്പെട്ടി സായി എടുത്തുകൊണ്ട് പുറത്തു പോകും, എന്നിട്ട് വീട് വെച്ച് കൊടുക്കും. അതുപോലെ പല പ്ലാനാണ് സായി ഇരുന്ന് സിജോട് പറയുന്നത്. സിജോ പറഞ്ഞാണത്. സായി പല പ്ലാൻ പറയുന്നുണ്ട്. അത്രേ ഇഷ്ടമാണ് പെങ്ങളെ. പക്ഷേ ഈ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ ഇഷ്ടമൊന്നും നന്ദനയ്ക്ക് തിരിച്ചങ്ങോട്ടില്ല. നന്ദന ചുമ്മാ ഒരു കൂടെയും കുഞ്ഞിപ്പെങ്ങളെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ആക്ടിങ്ങുള്ളൂ. അവളുടെ ഇഷ്ടക്കേടിന് എന്തേലും, അല്ലെ അവൾ തീരുമാനിക്കുന്നതിനപ്പുറം എന്തേലും ഇവർ ചെയ്താൽ അവൾ അപ്പം തന്നെ പിണങ്ങും. ഒരു മാറ്റമല്ല പിണങ്ങുന്നുണ്ട്. ഇന്നലെ അത് കണ്ടതാണ്. അപ്പം എവിഷനിൽ മിക്കവാറും നന്ദന പോകാനാണ് ചാൻസ്. അതോടൊപ്പം തന്നെ ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് സായിയും കൂടെ ഉണ്ടാവാനാണ് ചാൻസ്. അങ്ങനെയാണെങ്കിൽ നന്ദനയ്ക്ക് ഈ ഒറ്റയ്ക്ക് പോയി എന്നുള്ളത് വിഷമം ഉണ്ടാവില്ല. പ്രധാന വാതിലിലൂടെ കടന്നു പോകുമ്പോഴത്തേന് അവിടെ ഉണ്ടായിരുന്ന ഏട്ടന്മാരിൽ ഒരാൾ അവസാന നിമിഷം വരെ കൂടെ ഉണ്ടാകുമെന്ന് അഭിമാനിക്കാം. പക്ഷേ ഈ പറയുമ്പം കഴിഞ്ഞ ആഴ്ചയൊക്കെ ജനങ്ങൾ നോറയെ വെറുത്തിരുന്നാണ്, വോട്ടും കുറഞ്ഞു വന്നാണ്. എന്നാൽ നോറ ഈ പ്രാവശ്യം അവരോട് ഒരു ടാസ്കിലൊക്കെ ജയിച്ചിട്ടുണ്ട്. ഇവരോടുള്ള വെറുപ്പുണ്ട്, ഇവരുടെ ഈ പെങ്ങളും ആങ്ങളമാരുള്ള കളി ജനങ്ങൾക്ക് എന്തോ തീരെ പിടിച്ചില്ല. സത്യം പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു നല്ല കാര്യമാണ് കിടക്കുന്നത്, അവർ നല്ല കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ അവർ പ്രസൻറ്റ് ചെയ്ത രീതി കൊണ്ട് ജനങ്ങൾക്ക് തീരെ പിടിക്കാൻ വന്നുകൊണ്ട് നോറയ്ക്ക് വോട്ട് കിട്ടി തുടങ്ങി. അതാണ് അവസ്ഥ വന്നത്. നോറയോട് ആൾക്കാർക്ക് വലിയ താല്പര്യമുള്ളതല്ല. കാരണം ഈ ചീവീട് പോലെ ഓരോ ഗോഷ്ടി കാണിച്ച് ഇപ്പം നല്ല പോസിറ്റീവായിട്ട് പോകുന്നുണ്ട് ഒരു 2 ദിവസമായിട്ട്. പക്ഷെ അതിന് മുന്നേ ഒക്കെ എൻ്റെ പൊന്നോ, ബിഗ് ബോസ് പോലും കൺഫെഷൻ റൂമിൽ എന്നെ വിളിക്കുക എന്നും പറഞ്ഞ് അവിടെ കിടന്ന് കാര്യമായിട്ടൊക്കെ ബിഗ് ബോസ് ലാസ്റ്റ്. അല്ല ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ?
അപ്പോൾ ബിഗ് ബോസ് ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം എന്ന് നോറ പറയുന്നത് കേട്ടോ. അത്ര ശല്യക്കാരിയാണ് നോറയെന്ന് പറയുന്നത്. അതൊക്കെ കണ്ട് നോറയോട് എതിർപ്പായി ജനങ്ങൾക്ക് നല്ല എതിർപ്പായിട്ട് നോറയെ ഔട്ടാക്കാനിരുന്ന ആ ജനങ്ങൾ തന്നെ ഈ ആഴ്ച എന്ത് വന്നാലും നന്ദനെ ഔട്ടാക്കുമെന്നുള്ള തീരുമാനത്തിൽ എത്തി നിൽക്കണം. ഇവരെത്ര മാത്രം വെറുപ്പിച്ചെന്നുള്ളത് നോക്കിയാൽ മതി. നല്ല വെറുപ്പീരായിപ്പോയി. നന്ദന, സിജോ, അഭിഷേക്, സായി, ഇവർ 3 പേരും പെങ്ങളുകുട്ടി ട്രോളൊക്കെ ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട്. അതൊരു നല്ല മെസ്സേജ് ആയിട്ട് വരേണ്ട ഒരു കാര്യം. കാരണം ബിഗ് ബോസുകളിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു നല്ല മെസ്സേജ് ആയിട്ട് വരേണ്ട ഒരു കാര്യത്തെ ഇവർ നശിപ്പിച്ചു കൊടുത്തു. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഓവറായിട്ടായിരിക്കാം. ഇന്നത്തെ ടാസ്ക് ആ തെർമോക്കോൾ ബാഗ് നിറച്ചിട്ട് അഴിച്ച് അതിൻ്റെ സ്റ്റിക്കർ മാറിയിട്ട് അഴിച്ച് ബോൾ താഴെ വീഴുന്ന ആ ഒരു ടാസ്കിൽ ഈ പെങ്ങളുകുട്ടിയെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ചെയ്ത് കണ്ടാൽ നമുക്ക് തീരെ ദേഷ്യം തോന്നുകയില്ല കേട്ടോ. ഇവർ ആങ്ങളമാരോട് നമുക്ക് അങ്ങ് വല്ലാത്ത സ്നേഹം തോന്നും. അവിടെ നിന്ന് ശ്രീത് വട്ടം കറങ്ങി ഓടണം ബാഗുമായിട്ട്. അപ്പം ജിൻഡോയുടെ ബാഗ് വലിച്ച് കീറി ജിൻഡോയും ഇവളുടെ ഒരു അടി നടന്നായിരുന്നു നന്ദനയും കൂടെ. അപ്പം അത് കഴിഞ്ഞാണ് ആ ഒരു ടാസ്ക് വെച്ചത്. അപ്പം ബിഗ് ബോസ് വാൺ ചെയ്ത് പറയാണ് ജിൻഡോയെ നന്ദനയും കൂടെ അടുപ്പിച്ച് നിർത്തണ്ടാണ്. അടുപ്പിച്ച് നിർത്തിയാൽ വഴക്കാവും എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. അത് കഴിഞ്ഞ് അടുപ്പിച്ച് നിർത്താതെ ജിൻഡോയുടെ തൊട്ട് പുറകെ സായി വരുന്നു, പിന്നെ സിജോ ഉണ്ട്, പിന്നെ നന്ദനയുണ്ട്. വട്ടത്തിൽ ഓടാൻ പറഞ്ഞപ്പോൾ സിജോയും നന്ദനയും അനങ്ങുന്ന പോലെയില്ല. അവർക്ക് കളിക്കുകയും വേണ്ട. സിജോയുടെ സായിയാണ് നന്ദനയുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പം സായിയുടെ ബാഗിൽ നിന്ന് തെർമോക്കോൾ പുറത്തേക്ക് ഇടണമെന്നൊന്നും നന്ദനയ്ക്കില്ല. നന്ദന കളിക്കാൻ പോലും മറന്ന് നിൽക്കുക. ആ ഒത്തുകളിയുടെ ഒരു രീതിയൊക്കെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പിസോഡ് കാണിക്കുമെന്ന് എനിക്കറിയില്ല. നന്ദന കളിക്കാൻ മറന്ന് നിൽക്കുന്നു. സായി 2 കൈ ഉപയോഗിച്ച് ജിൻഡോയുടെ ബാഗ് വലിച്ചങ്ങ് കീറി മുഴുവൻ സാധനവും താഴോട്ട് വീണു. അപ്പം വെറുതെ നിൽക്കുന്ന നന്ദനയോട് ശ്രീതു വിളിച്ചു ചോദിക്കുക, അല്ല നന്ദനയ്ക്ക് ഇപ്പം കളിക്കണ്ടേന്ന്. അപ്പോഴാണ് ഇവക്ക് ബോധം വന്നേ ഞാൻ കളിക്കാൻ നിൽക്കുകയാണെന്ന്. ഉടനെ തന്നെ സായി അവസരത്തിന് ഉയർന്ന് സായി പറയാം, പൊട്ടിക്ക് ബാഗ് പൊട്ടിക്ക്, വേഗം പൊട്ടിക്ക് എന്ന് പറയുന്നത്. അപ്പോഴത്തേനും നന്ദന സായിയുടെ ബാഗിൽ നിന്ന് 1 2 പൊട്ടിച്ചാടിയിട്ടു. ഏതായാലും ഇവരുടെ ഒത്തുകളി. അന്നേരത്തിന് ഋഷി പറയുന്നുണ്ട്, അല്ല അവളുടെ ഗെയിം അതല്ലേന്ന്. അതായത് അവളുടെ ഗെയിം അതാണ്, ആങ്ങളമാരെ കൊണ്ട് പണിയെടുപ്പിക്കുക. പെങ്ങള് ചുളിവിൽ ഇങ്ങനെ ജയിച്ചു പോവുക, ആങ്ങളമാരെ കൊണ്ട് പണിയെടുപ്പിക്കുക. ആങ്ങളമാരെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണെങ്കിലും വെറുപ്പീരായി. ഈ കൂടലും ഈ കൂട്ടും ഈ കുഞ്ഞുപങ്ങളും കളിക്കുകയുണ്ട്. സായിക്ക് സിജോയ്ക്കൊക്കെ നെഗറ്റീവ് മേടിച്ചു കൊടുത്തു. അത്ര മാത്രമല്ല, എന്നാൽ അവരുടെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്ന ഒരു നല്ല ഉദ്ദേശമായിരുന്നു. പെങ്ങള് കുട്ടിക്ക് ഒരു വീട് വെച്ച് കൊടുക്കുക. അതൊരു നല്ല രീതിക്ക് പ്രസന്റ് ചെയ്തിരുന്നത് നല്ലതായിരുന്നു. ആ പണപ്പെട്ടി എടുത്ത് പോവുക. ഇപ്പം അന്ന് നാദിറയും മാരാരും ഒക്കെ ചെയ്ത പോലെ ഒരു നല്ല രീതിക്ക് പോകാമായിരുന്നു. അതിന് പകരം ജനങ്ങളെ വിഡ്ഢിയാക്കിക്കൊണ്ടുള്ള ഒത്തുകളിയെല്ലാം അവിടെ നടത്തിയുള്ള ഗെയിം അവതരിപ്പിക്കുക. ഇതെല്ലാം കണ്ട് അവിടെയുള്ള മത്സരാർത്ഥികൾ ഓൺ ദ സ്പോട്ടിൽ ചോദ്യം ചെയ്യുക. ഋഷി പറഞ്ഞു അതാണ് അവളുടെ ഗെയിം, അവൾക്ക് ഗെയിം അതാണെന്ന്. അതായത് വെറുതെ ഇങ്ങനെ നിൽക്കുക. ബിഗ് ബോസ് പോലും പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ല. ബിഗ് ബോസ് ഒന്നും മിണ്ടിയില്ല. ഏതായാലും വെറുപ്പിച്ച് പ്രധാന വാതിലൂടെ നന്ദനയ്ക്ക് പുറത്തേക്ക് പോകാം. പിറ്റേ ദിവസം എന്താണേലും ഒരു പക്ഷേ കണ്ണൻ സായിക്കും പുറത്തേക്ക് പോകാമെന്നൊരവസ്ഥയിൽ ഒരു കുടയും കുഞ്ഞുപെങ്ങളും ബാംഗ്ലൂർ ഡേയ്സും ഒക്കെ കളിച്ച് പെങ്ങളെ സ്നേഹിച്ച് ആ ഒരു അവസ്ഥയെ കൊണ്ടെത്തിച്ചു. അല്ലെങ്കിൽ നോറ പോകേണ്ട സ്ഥാനത്താണ് ഇപ്പം ഇങ്ങനൊരു അട്ടിമറി നടന്നിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.